ജീസസ് റെയിൻസ്, യേശു വാഴുന്നു ശുശ്രൂഷകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ അഭിനന്ദിക്കുന്നു. അവിടുത്തെ ശക്തിയേറിയ വചനം കൊണ്ട് നിങ്ങൾ പുഷ്ടി പ്രാപിക്കുന്നൊരു ദിനമാണ് ഈ ദിനം. യേശു നിങ്ങളെ സ്പർശിക്കും, സൗഖ്യമാക്കും, വിടുവിക്കും, അത്ഭുതങ്ങൾ സംഭവിക്കും. തയ്യാറെടുക്കുക, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുക, കാതുകളെ ഏകാഗ്രമാക്കുക, വചനം സ്വീകരിക്കുക. ഈ എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തു ചെയ്ത 7 അത്ഭുതങ്ങൾ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ചെയ്ത 7 അത്ഭുതങ്ങളുടെ ചരിത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 7ാമത്തെ അത്ഭുതം യോഹന്നാന്റെ സുവിശേഷം 11ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2ാമത്തെ അധ്യായത്തിൽ യേശു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. പിന്നീട് രാജഭൃത്യന്റെ മകനെ സൗഖ്യമാക്കി. ബത്സയിദ കുളക്കരയിൽ 38 വർഷം രോഗിയായിരുന്ന മനുഷ്യനെ സൗഖ്യമാക്കി. യേശു 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. കടലിന്റെ മേൽ യേശു നടന്നു. 6ാമത് യേശു പിറവിയിലെ കുരുടനായൊരു മനുഷ്യനെ സൗഖ്യമാക്കി. ഏറ്റവും അവസാനത്തെ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതം 11ാമത്തെ അധ്യായത്തിലെ അത്ഭുതമാണ്. മരിച്ച ലാസറിനെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. 4ാം ദിവസം, മരിച്ചതിന് ശേഷം 4ാം ദിവസം ചീഞ്ഞളിഞ്ഞ ആ അവസ്ഥയിൽ എത്തിയപ്പോൾ യേശു മരിച്ച ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം നിസ്തുലമാകുന്ന വളരെ പ്രയോജനമുള്ള ഒരു സുവിശേഷമാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുവിശേഷമാണ്. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ബൈബിൾ വായിക്കാൻ അങ്ങോട്ട് തുടങ്ങുന്ന സമയമാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം വായിച്ചു തുടങ്ങുക. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് യോഹന്നാന്റെ സുവിശേഷം വെളിപ്പെടുത്തുന്നത്. അവിടുന്ന് ആരാകുന്നു? മാനവകുല രക്ഷിതാവാകുന്നു. അവിടുന്ന് ആരാകുന്നു? മശിഹയാകുന്നു. യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്ന ക്രിസ്തുവാകുന്നു. യേശു ആരാകുന്നു? പ്രപഞ്ച സൃഷ്ടിതാവാകുന്ന ദൈവമാകുന്നു. 3 പദങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് വരുന്നുണ്ട്. അടയാളം, വിശ്വസിക്കുക, ജീവൻ. അത്ഭുതങ്ങൾക്ക് യോഹന്നാൻ അടയാളം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അടയാളം എന്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്? അടയാളം ചെയ്ത വ്യക്തിയിലേക്കുള്ള ചൂണ്ടുപലകയാണ്. ആ വ്യക്തി ആരാണ്? യേശു. യേശുവിൽ വിശ്വസിക്കുക. 2ാമത് വിശ്വസിക്കുക. അടയാളം എന്തിനു വേണ്ടിയാണ്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? ജീവൻ. ഏതു തരം ജീവൻ? ദൈവത്തിൻ്റേതുപോലെയുള്ള ജീവൻ. ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ്. അതിനാണ് നിത്യ ജീവൻ എന്ന് പറയുന്നത്. നമുക്ക് മനുഷ്യജീവനുണ്ട്. ഈ മനുഷ്യജീവൻ ഒരു ദിവസം അപ്രത്യക്ഷമാകുന്നതാണ്. നമ്മളെല്ലാവരും മരിച്ചു പോകും. എന്നാൽ മരണമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ യേശുവിനെ നിങ്ങൾ സ്വീകരിക്കണം. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ഗോഡ് കൈൻഡ് ഓഫ് ലൈഫ് ലഭിക്കും. പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് നിത്യജീവൻ ലഭിക്കും. ആ ജീവനുള്ളവരാണ് വരാൻ പോകുന്ന അനന്ത ഭാവികാല നിത്യതയിൽ യേശുവിനോടുകൂടെ പാർക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11ാമത്തെ അധ്യായത്തിൽ ലാസറിനെ കർത്താവാകുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അതിൻ്റെ 10ാമത്തെ അധ്യായം മുതൽ തന്നെ അതിനനുകൂലമാകുന്ന ചില രംഗങ്ങൾ ഉരുവായി വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യേശുവിൻ്റെ ശുശ്രൂഷ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കേന്ദ്രീകരിച്ചിരുന്നു. ഒന്ന് ഗലീലയിൽ, മറ്റൊന്ന് യെരുശലേമിൽ. യെരുശലേം അന്ന് രാഷ്ട്രീയ തലസ്ഥാനമായിരുന്നു. മതത്തിൻ്റെയും തലസ്ഥാനം യെരുശലേമായിരുന്നു. ഗലീലിയയിലാണ് പൊതുവായിട്ട് യേശു ധാരാളമായിട്ട് അത്ഭുതങ്ങൾ ചെയ്തിരുന്നത്. യഹൂദിയയിൽ ആവശ്യമുള്ള സന്ദർഭത്തിൽ യെരുശലേം ഭാഗത്തും യേശു കടന്നു വരുമായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം യേശു കടന്നു വന്നപ്പോൾ യഹൂദന്മാരുമായിട്ട് ആശയപ്പൊരുത്തക്കേടുകളുണ്ടായി. 10ാമത്തെ അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. അവരുമായി സംസാരിച്ച് 30ാമത്തെ വാക്യത്തിൽ യേശു തുറന്നു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ 31ാം വാക്യത്തിൽ യഹൂദന്മാർ അവനെ എറിയുവാൻ പിന്നെയും കല്ലെടുത്തു. യേശു പറഞ്ഞു, ഉള്ള കാര്യം തുറന്നു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മശിഹ ഞാനാകുന്നു. പ്രപഞ്ച സൃഷ്ടിതാവാകുന്ന ദൈവം ഞാനാകുന്നു. യേശു അത് വെളിപ്പെടുത്തിയപ്പോൾ അവർ എറിയുവാൻ കല്ലെടുക്കുകയാണ്. യേശു ആ പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ ഈ പല കാരണങ്ങൾ മുഖാന്തരമായിട്ട് ആ ഇടത്തു നിന്ന് യേശു മാറിപ്പോയി. യഹൂദ ദേശങ്ങളിൽ നിന്ന്, ബഥാന്യ, യെരുശലേം ഭാഗങ്ങളിൽ നിന്ന് യേശു മാറിപ്പോയി. യേശു
മറ്റിടങ്ങളിലേക്ക് മാറിപ്പോയ സന്ദർഭത്തിലാണ് ലാസർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അവൻ രോഗിയായിരുന്നപ്പോൾ തന്നെ യേശുവിന് അറിയിപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ യേശുവിന് അവിടേക്ക് വരാൻ കഴിഞ്ഞില്ല. യേശു അവിടേക്ക് വന്നില്ല. കാരണം യേശുവിന് അറിയാമായിരുന്നു ഇതെല്ലാം സംഭവിക്കേണ്ടതായിട്ടുണ്ട്. അവൻ മരിക്കും. മരിച്ചതിനു ശേഷവും 4-ാം ദിവസം അവിടെ കടന്നു ചെന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തേണ്ടത് ആവശ്യമാണ്. അതറിയാവുന്നതിനാൽ യേശു അതിനുവേണ്ടി കാത്തിരുന്നു. രോഗിയായിരുന്നപ്പോൾ യേശു അവിടേക്ക് പോയില്ല. മരിച്ചതിന് ശേഷവും 4-ാം ദിവസമാണ് യേശു അവിടെ കടന്നു ചെന്നത്. എന്തുകൊണ്ടാണ് യേശു 4-ാം ദിവസം കടന്നു ചെല്ലുന്നത്? അതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്, യഹൂദന്മാരുടെ ഇടയിൽ ഒരു മിഥ്യാധാരണയുണ്ടായിരുന്നു, ഒരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആത്മാവ് ഈ ഭൂമിയിൽ 3 ദിവസം ചുറ്റിപ്പറ്റി നടക്കും, അവിടെയൊക്കെ ഉണ്ടാകുമെന്നൊരു ചിന്ത, ഒരു മിഥ്യാധാരണ യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് യേശു ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് 1-ാം ദിവസം, മരിച്ചതിന് ശേഷം 1-ാം ദിവസമാകുന്നു എങ്കിൽ അവർ പറയുവാൻ സാധ്യതയുണ്ട് ആത്മാവിടെ അടുത്തെവിടെയോ ഉണ്ടായിരുന്നു, ആ ആത്മാവിനെ മടക്കി ശരീരത്തിൽ കൊണ്ടുവന്നതാണ്. അവരുടെ ആ ധാരണകളെ എല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് അസാധാരണമാകുന്ന ഒരു അത്ഭുതം ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് യേശു 4-ാം ദിവസം അവിടെ കടന്നു വന്നത്. 4-ാം ദിവസമാകുമ്പോൾ ഈ ശരീരം ചീഞ്ഞളിഞ്ഞ് പുഴുവരിച്ച് മാംസമൊന്നും കാണില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ? സംഭവിക്കും. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ലാസറിൻ്റെ ശരീരത്തിന് തുല്യമായി തന്നെ നിങ്ങളുടെ പ്രതീക്ഷകൾ ചീഞ്ഞളിഞ്ഞു പോയാലും അവിടെ നിന്ന് യേശുവിന് നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കഴിയും. കാരണം മറ്റൊന്നുമല്ല, അവിടുന്ന് പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. യേശു ഈ സ്ഥലത്തേക്ക് വീണ്ടും മടങ്ങി വരുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, റബ്ബി, അങ്ങയെ കല്ലെറിയുവാൻ വേണ്ടി കല്ലെടുത്ത ദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നലകളിൽ കല്ലെറിയുവാൻ വേണ്ടി തയ്യാറെടുത്ത ജനത്തിൻ്റെ നടുവിലാണ് ഏറ്റവും വലിയ അത്ഭുതം നടക്കാൻ പോകുന്നത്. യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം, സുവിശേഷങ്ങളിൽ 4 സുവിശേഷങ്ങളിൽ യേശു ചെയ്ത 100 കണക്കിന് അത്ഭുതങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിലേറ്റവും വലിയ അത്ഭുതം ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. അവൻ മരിച്ച് 4-ാം ദിവസം അവൻ്റെ ശരീരം മുഴുവൻ ചീഞ്ഞളിഞ്ഞതിന് ശേഷം 4-ാം ദിവസമാണ് ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത്. ആ ഉയർത്തെഴുന്നേൽപ്പ് എവിടെയാണ് നടക്കുന്നത്? ഒരിക്കൽ യേശുവിനെ എറിയുവാൻ വേണ്ടി കല്ലെടുത്തവരുടെ നടുവിലാണ്. ആർക്കും എതിർപ്പറവാൻ കഴിയാത്ത നിലയിൽ യേശു തെളിവ് കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളെ കല്ലെറിയുവാൻ വേണ്ടി ശ്രമിച്ചവരുടെ നടുവിൽ തന്നെ നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ട്. അവിടെ തന്നെ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു മഹാത്ഭുതം ചെയ്യും. തിരസ്കരിച്ച, കല്ലെറിയുവാൻ വേണ്ടി എതിർത്ത, നിങ്ങളെ തള്ളിപ്പറഞ്ഞ, ഒറ്റപ്പെടുത്തിയ, പുറത്താക്കിയ ആ ഇടത്ത് തന്നെ നിങ്ങളെ ഉയർത്തുന്ന ഒരു ദിനമുണ്ട്. യേശു നിങ്ങളെ ഉയർത്തുന്ന ഒരു ദിനമുണ്ട്. യേശുവിനെ കല്ലെറിയുവാൻ വേണ്ടി ശ്രമം നടത്തിയ ആ ദേശത്ത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം യേശുവിലൂടെ പുറപ്പെടുന്നത്. അപ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ ഓർത്തുകൊള്ളണം, ഒറ്റപ്പെടലുകൾ വരുമ്പോൾ ഓർത്തുകൊള്ളണം, എന്തോ ഒരു മഹാത്ഭുതം സംഭവിക്കുവാൻ പോകുന്നു. എതിർക്കുന്നവരുടെ നടുവിൽ തന്നെ ഒരു ഉയർച്ച വരുമെന്ന് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ യേശു അല്പം പോലും അധൈര്യപ്പെടാതെ ആ ദേശത്തേക്ക് തന്നെ കടന്നു വന്നു, അവിടേക്ക് തന്നെ കടന്നു വന്നു. എന്തിനു വേണ്ടി? യേശുവിനറിയാം ഈ അത്ഭുതം കാണുമ്പോൾ തൻ്റെ കൂടെയുള്ളവർക്ക് വിശ്വസിക്കുവാൻ കഴിയും, അവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ പോകുന്നു. യേശു ആ ദേശത്തേക്ക് തന്നെ കടന്നു വരികയാണ്. അവിടേക്ക് കടന്നു വന്നപ്പോൾ മാർത്തയാണ് യേശുവിനെ സ്വീകരിച്ചത്. യേശുവിനെ മാർത്ത സ്വീകരിച്ചപ്പോൾ യേശുവിനോട് മാർത്ത പറയുന്നുണ്ട്, അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അവൾക്കറിയാം യേശു ഉണ്ടെങ്കിൽ അവൻ സൗഖ്യമാകുമായിരുന്നു. എന്നാൽ അവൾ പിന്നെയും പറയുകയാണ്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. ഈ ഭാഗത്ത് നിങ്ങൾക്കൊരു സന്ദേശമുണ്ട്. ലാസറിൻ്റെ ശരീരം പോലെ ചീഞ്ഞളിഞ്ഞ നിലവാരത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും അവസ്ഥയായിട്ടുണ്ടെങ്കിൽ ഇതാ നോക്കുക, ഇപ്പോഴും നീ ദൈവത്തോട്, അങ്ങനെ സകലവും തകർന്ന് എല്ലാം ഇല്ലാതെയാകുന്ന ആ സാഹചര്യത്തിലും ദൈവത്തോട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് നമ്മുടെ അപേക്ഷ സ്വീകരിച്ച് മറുപടി തരുവാൻ സന്നദ്ധനാകും.
എല്ലാ പ്രതീക്ഷയും കൈവിട്ട ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടോ? നിങ്ങളോടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. എല്ലാ പ്രതീക്ഷയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല. ലാസറിൻ്റെ ശരീരം ചീഞ്ഞളിഞ്ഞതുപോലെയാണ് ഇപ്പോൾ നിങ്ങളായിരിക്കുന്നത്. അല്പം പോലും അധൈര്യപ്പെടേണ്ട. ദൈവത്തോട് നിങ്ങൾ ഇപ്പോൾ അപേക്ഷിച്ചാൽ മതി. യേശുവിൻ്റെ നാമം അധരത്തിലെടുത്തുകൊണ്ട് പിതാവേ എന്ന് നിങ്ങൾ വിളിക്കുകയാണ് എങ്കിൽ ഈ അവസ്ഥയിലും കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു മഹാത്ഭുതം ചെയ്യുവാൻ തയ്യാറാകും. അതാണ് മാർത്തയ്ക്ക് മനസ്സിലായത്. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും. യേശു അപ്പോൾ പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. മാർത്ത പറഞ്ഞു, പുനരുത്ഥാന നാളിലാണ് ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നത്. അപ്പോൾ യേശു വ്യക്തമാക്കി, നിന്റെ മുൻപിൽ നിൽക്കുന്ന ഞാൻ ആരാകുന്നു? ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. യേശുക്രിസ്തു നടത്തുന്ന ഒരത്ഭുതകരമാകുന്ന പ്രഖ്യാപനമാകുന്നു. യേശു ആരാകുന്നു? അവിടുന്ന് തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ യേശുവിന് പ്രാപ്തിയുണ്ട്. ജീവൻ കൊടുക്കുവാൻ യേശുവിന് പ്രാപ്തിയുണ്ട്. ജീവൻ എടുക്കുവാൻ യേശുവിന് പ്രാപ്തിയുണ്ട്. ജീവൻ കൊടുക്കുവാൻ യേശുവിന് പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ ക്രൂശീകരണം എന്ന് പറയുന്നത് യഹൂദന്മാർ യേശുവിനെ കൊന്നതല്ല, റോമാക്കാർ യേശുവിനെ കൊന്നതല്ല. ജീവനെ കൊടുക്കുവാനും എടുക്കുവാനും അധികാരമുള്ള യേശു തന്നെയാണ് മനഃപൂർവ്വമായി മാനവകുല രക്ഷയ്ക്കു വേണ്ടി അവിടുന്ന് തൻ്റെ ജീവനെ കൊടുത്തത്. അവരടിച്ചു, ചാട്ടവാർ കൊണ്ട് അടിച്ചു, കുന്തം കൊണ്ട് കുത്തി, മുറിപ്പെടുത്തി, എല്ലാം ശരി തന്നെ. എന്നാൽ ജീവനെ കൊടുക്കുവാനും എടുക്കുവാനും അധികാരമുള്ള യേശു ക്രിസ്തു മനുഷ്യകുല രക്ഷയ്ക്ക് വേണ്ടി മനഃപൂർവ്വമായിട്ടാകുന്നു ജീവനെ കൊടുത്തത്. കൊടുത്തതിന് ശേഷം 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ പ്രഖ്യാപനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, അതിനെല്ലാം യേശു തെളിവ് കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും എന്ന് പറയുമ്പോൾ ഇതേ അധ്യായത്തിൽ തന്നെ യേശു മരിച്ച ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. വ്യക്തിപരമായി ഇതുവരെയും എനിക്ക് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ 6 പേരെ നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതിൽ ചിലർ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലാണ്. ഈ കഴിഞ്ഞ വർഷവും 2016 ഒരു പെൺകുട്ടി ഒരു വില്ലേജിൽ, ഒരു ഗ്രാമത്തിൽ അവൾ ഉയർത്തെഴുന്നേറ്റ ചരിത്രം ആ പെൺകുട്ടി എനിക്ക് കാണുവാൻ കഴിഞ്ഞു. വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലെ ഒരു ചർച്ചിലെ അംഗമാണ്. അനേക പ്രാവശ്യം എനിക്ക് ആ ചർച്ചിൽ കടന്നുപോയി ശുശ്രൂഷിക്കുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ കുട്ടി തന്നെ രോഗിയായിരുന്നപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവളുടെ ലങ്സിന് ഉള്ള രോഗമായിരുന്നു. പിന്നെ അത് വർദ്ധിച്ചു, ലങ്സ് ദ്രവിക്കുവാൻ തുടങ്ങി. പിന്നെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ലങ്സ് മാത്രമല്ല, പല അവയവങ്ങൾക്കും കേടുവന്നിരിക്കുന്നു, പല അവയവങ്ങളും ദ്രവിക്കുകയാണ്. അവസാനം മാതാപിതാക്കളോട് പറഞ്ഞു, ഇവളുടെ സ്വന്തം വീട്ടിൽ, വില്ലേജിൽ കൊണ്ടുപോയിക്കൊള്ളുക, വെറുതെ ആശുപത്രിയിൽ കിടന്ന് സമയം കളയണ്ട, അവൾ വീട്ടിൽ കിടന്ന് ശാന്തമായി മരിക്കട്ടെ. 18-19 വയസ്സുള്ള പെൺകുട്ടിയെ മടക്കി അവളുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയി. ഒരു രാത്രിയിൽ അവൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. വീട്ടിൽ നിലവിളി ഉയർന്നു, കരച്ചിലുയർന്നു. അടുത്ത പ്രഭാതത്തിൽ, അടുത്ത ദിവസം 10 മണിക്ക് അവളുടെ ശവസംസ്കാരം നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ ആ ഗ്രാമക്കാർ ചെയ്യുവാൻ തുടങ്ങി. ആ ഗ്രാമത്തിലുള്ള സഭാവിശ്വാസികൾ വന്ന് ആ രാത്രി മുഴുവൻ ഈ ശവശരീരത്തിൻ്റെ അരികിലിരുന്ന് പാട്ടുകൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു. 4 മണിയൊക്കെ ആയപ്പോൾ ഇവളുടെ കൂട്ടുകാരികൾ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, അവർ വന്നിട്ട് ഈ മൃതദേഹത്തിന് ചുറ്റുമിരുന്ന് പാട്ടുപാടുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവർ പാട്ടുപാടുവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് നടന്നു പാടണമെന്നൊരു ബോധ്യം ലഭിച്ചു. ആ ശരീരത്തിന് ചുറ്റും നടന്നു പ്രാർത്ഥിച്ചു, നടന്നു പാടി. അവർ കരയുവാൻ തുടങ്ങി. തങ്ങളുടെ കൂട്ടുകാരിയാണ് കിടക്കുന്നത്. അങ്ങനെ അവർ പാട്ടുപാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കരഞ്ഞുകൊണ്ട് പാട്ടുപാടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 8 മണിക്കാണ് ഈ കുട്ടി ഉയർത്തെഴുന്നേൽക്കുന്നത്. അവളുടെ മേൽ ജീവൻ വീണ്ടും മടങ്ങി വന്ന് അവളുടെ കൈ അനങ്ങുന്നത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ കണ്ടപ്പോൾ അവർ നിലവിളിച്ചു. അവർ ഒരുമിച്ച് ശരീരത്തിൽ സ്പർശിച്ചു, മസാജ് ചെയ്തു, പ്രാർത്ഥിച്ചു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ ഉയർത്തെഴുന്നേറ്റു. ആ കുട്ടിയെ എനിക്ക് നേരിട്ട് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അവളുടെ സാക്ഷ്യം എന്നോട് നേരിട്ട് പറഞ്ഞു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമോ? ഓ, ഉറപ്പ്. അവൾ വീണ്ടും ഡോക്ടറുടെ അരികിൽ മടങ്ങിച്ചെന്നു. ഡോക്ടർക്ക് അവളെ കണ്ടപ്പോൾ അത്ഭുതം. പരിശോധനയ്ക്ക് വിധേയമായപ്പോൾ 2ാമത്തെ അത്ഭുതം, അവളുടെ ശരീരത്തിൻ്റെ ഒരവയവങ്ങൾക്കും ഒരു കേടുമില്ല. ലങ്സിന് കേടുണ്ടായിരുന്നു, കരളിന് കേടുണ്ടായിരുന്നു, പലതും ദ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത്തരത്തിലുള്ള പ്രത്യേക രോഗത്തിനായിരുന്നു അവൾ അടിമയായിരുന്നത്. എന്നാൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം വീണ്ടും ഡോക്ടറുടെ അരികിൽ ചെന്നപ്പോൾ ഡോക്ടർ സാക്ഷീകരിക്കുന്നു, നിന്റെ ശരീരത്തിലെ ഒരവയവത്തിനും കേടില്ല.
ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പകരുവാൻ യേശുക്രിസ്തു വിശ്വസ്തനാകുന്നു. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 3 കൃപാവരങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ഇടവരും. 1 ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ്, 2 ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, 3 ഗിഫ്റ്റ് ഓഫ് മിറക്കിൾ വർക്കിംഗ് പവർ. രോഗശാന്തിയുടെ വരം, വിശ്വാസത്തിൻ്റെ വരം, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വരം. ഈ 3 വരങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാകുന്നു. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് ആണ്. അതൊരു സോവറിൻ ഇമ്പാർട്ടേഷൻ ഓഫ് ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ സോവറിൻ ഇമ്പാർട്ടേഷനാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ദൈവത്തിൻ്റെ വിശ്വാസമാണ്. ദൈവത്തിൻ്റെ വിശ്വാസം ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സംശയം അല്പം പോലുമില്ല. ദൈവത്തിൽ അവിശ്വാസത്തിൻ്റെ അംശമില്ലല്ലോ. അതിന് സമാനമാകുന്ന വിശ്വാസത്തിൻ്റെ സോവറിൻ ഇമ്പാർട്ടേഷനാണ് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ആ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഒരു ഡെഡ് ബോഡിയുടെ അരികിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആ ഡെഡ് ബോഡി ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയിൽ വ്യാപരിക്കേണ്ടത് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്. ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് വ്യാപരിക്കുമ്പോൾ, അവിടെ ആ അത്ഭുതം സംഭവിക്കുമ്പോൾ ഒരു രോഗശാന്തി നടക്കേണ്ടത് ആവശ്യമാണ്. ആ ശരീരത്തിൽ ഏതൊക്കെ അവയവങ്ങൾക്കായിരുന്നു കേട്, ആ ശരീരാവയവങ്ങൾ സൗഖ്യമാകണം. 3 ഗിഫ്റ്റ് ഓഫ് മിറക്കിൾ വർക്കിംഗ് പവർ. അവിടെ ഒരു അത്ഭുതം സംഭവിക്കണം. ആ മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേൽക്കണം. ഒരു അത്ഭുതത്തിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കണം. ഏറ്റവും കുറഞ്ഞത് ഈ 3 കൃപാവരങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാകുന്നു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നത്. ഈ രാജ്യത്ത് ഇനി ഇത് സാധാരണമായി സംഭവിക്കുവാൻ പോകുന്നു. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. എതിർക്കുന്ന പലരുടെയും വായടയ്ക്കുവാൻ വേണ്ടി യേശു ഇത് ചെയ്യാൻ പോകുകയാണ്. ഇന്നത്തെ പല പ്രതിസന്ധികൾ, പല എതിർപ്പുകൾ, അതിൻ്റെ നടുവിൽ ഒറ്റപ്പെടലുകൾ, തിരസ്കരണങ്ങൾ, അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ, എങ്ങനെയാണ് നിങ്ങളുടെ അതരത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനം പുറപ്പെടുവാൻ പോകുന്നത്? അനേകം തടസ്സങ്ങൾ ദൈവത്തിൻ്റെ വചനം നേരിടുമ്പോൾ കർത്താവ് ഇത്തരത്തിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ആർക്കും എതിർത്തൊരു വാക്കുപോലും പറയുവാൻ കഴിയാത്ത നിലയിൽ കർത്താവ് അസാധാരണമാകുന്ന അത്ഭുതങ്ങൾ, യേശുക്രിസ്തു അസാധാരണമാകുന്ന അത്ഭുതങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കുക എന്നത് തുടങ്ങിയുള്ള അസാധാരണമാകുന്ന അത്ഭുതങ്ങൾ യേശുക്രിസ്തു ചെയ്യും. സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. 11-ാമത്തെ അധ്യായത്തിൽ ലാസർ മരിച്ച് 4-ാം ദിവസം യേശു ആ കല്ലറയുടെ അരികിൽ വരികയാണ്. കല്ലറയുടെ അരികിൽ വരുമ്പോൾ യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 35-ാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു യേശു കണ്ണുനീർ വാർത്തു. യേശുവിന് ആ ഭവനം അനുഭവിക്കുന്ന ദുഃഖം അത് യേശു ഉൾക്കൊള്ളുകയാണ്. യേശുവിന് അറിയാം ഇവൻ ഉയർത്തെഴുന്നേൽക്കാൻ പോകുകയാണ്. എങ്കിലും മാർത്തയുടെയും മറിയയുടെയും കണ്ണുനീർ കാണുമ്പോൾ യേശുവും കരയുന്നു. യേശുവും അവരോട് സഹാനുഭൂതിയുള്ളവനായി കരയുകയാണ്. എന്നാൽ ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശു പറയുന്നു, 39-ാമത്തെ വാക്യം, കല്ല് നീക്കുവീൻ. മരിച്ചവന്റെ സഹോദരിയാകുന്ന മാർത്ത പറഞ്ഞു, ഉള്ള കാര്യം പറഞ്ഞു, കർത്താവെ നാറ്റം വച്ചു തുടങ്ങി 4 ദിവസമായല്ലോ. പ്രിയമുള്ളവരെ, നാറ്റം വച്ചു തുടങ്ങിയാലും 4 ദിവസമായാലും യേശുവാണ് കല്ല് നീക്കാൻ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ കല്ല് നീക്കുക. കാരണം യേശു പറയുന്ന വാക്കിന് അത്ഭുതം സംഭവിച്ചിരിക്കും. യേശുവിൻ്റെ അധരത്തിൽ നിന്ന് ആ വാക്ക് പുറപ്പെടുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ വിടുതലിന് വിരോധമായിട്ട് ഏതെങ്കിലും കല്ലുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കല്ല് അവിശ്വാസത്തിൻ്റെ കല്ലാകാം, പാരമ്പര്യത്തിൻ്റെ കല്ലാകാം, കള്ളത്തിൻ്റെ കല്ലാകാം, അങ്ങനെ വിവിധ നിലകളിലുള്ള കല്ലുകൾ വരുവാൻ സാധ്യതയുണ്ട്. ആ കല്ലുകളെ നീക്കുക. നിങ്ങൾ തന്നെ ആ വിശ്വാസത്തെ പുറത്താക്കുക, ആ കള്ളത്തെ ശാസിക്കുക, ആ പാരമ്പര്യത്തെ പുറത്താക്കുക. പകരം നിങ്ങൾ വിശ്വസിക്കുവാൻ തയ്യാറാകുക. യേശു പറയുന്നത് ഏറ്റു പറയുവാൻ തയ്യാറാകുക. ഇവിടെ കല്ല് നീക്കാൻ പറഞ്ഞപ്പോൾ മാർത്ത പറഞ്ഞു 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങിയല്ലോ എന്ന് പറയുമ്പോൾ യേശു പറയുന്നൊരു മറുപടി ഉണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആരാണ് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ പോകുന്നത്? വിശ്വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ പോകുന്നത്. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ 3 മരിച്ചവരാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ഒന്ന്, യായിറോസിൻ്റെ വീട്ടിൽ യായിറോസിൻ്റെ മകൾ ഉയർത്തെഴുന്നേറ്റു. മറ്റൊന്ന്, നയിൻ പട്ടണത്തിലെ വിധവയുടെ മകൻ ഉയർത്തെഴുന്നേറ്റു. 3-ാമത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ യേശു പറയുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവിശ്വാസം നിന്റെ മുൻപിൽ വെളിപ്പെടേണ്ട വലിയ അത്ഭുതത്തെ തടയരുത്. കല്ലിനെ നീക്കിക്കളയുക. പകരം നിങ്ങൾ കടന്നു വിശ്വസിക്കുക. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. പത്രോസ് തബീതയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തബീത ഉയർത്തെഴുന്നേറ്റു. പൗലോസ്
യൂത്തിക്കോസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യൂത്തിക്കോസ് ഉയർത്തെഴുന്നേറ്റു. അപ്പോസ്തലന്മാരുടെ ചരിത്രത്തിലും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. പഴയ നിയമത്തിലും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. ഏലിയാവ് വിധവയുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഏലിശയും അതേപോലെ തന്നെ ആ സ്ത്രീയുടെ മകന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പ് പഴയ നിയമം മുതൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇപ്പം ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് ശാരീരികമാകുന്ന ഉയർത്തെഴുന്നേൽപ്പ്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്നതും മാത്രമല്ല അവിടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്. അതിലും വലിയൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. യേശുക്രിസ്തു പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. മരിച്ചാലും ജീവിക്കുമെന്ന് പറയുമ്പോൾ ഒരു ബോഡിലി റിസറക്ഷൻ ഉണ്ട്. മരിച്ചവർക്ക് ഒരു ബോഡിലി റിസറക്ഷൻ ഉണ്ട്. പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ 1 തെസ്സലോനിക്കർ 4-ാമത്തെ അധ്യായം 16 മുതലുള്ള വാക്യങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് സംഭവിക്കുമ്പോൾ മരിച്ചവർക്ക്, ക്രിസ്തുവിൽ മരിച്ചവർക്ക് ഒരു ബോഡിലി റിസറക്ഷൻ ഉണ്ട്. ശാരീരികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈ ശരീരം എന്ന് പറയുന്നത് പാപത്തിന്റെ സ്വാധീനമുള്ള ശരീരമാണ്. ഉറപ്പായിട്ടും ഈ ശരീരം മരിച്ചതിന് ശേഷം മണ്ണിൽ ഇത് ചീഞ്ഞളിഞ്ഞ് ഇത് ലയിച്ചില്ലാതെയായിത്തീരും. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കുമ്പോൾ നമുക്കൊരു ബോഡിലി റിസറക്ഷൻ ഉണ്ട്. നമ്മുടെ ഈ ശരീരത്തിന് പകരമായിട്ട് നമുക്ക് ഇതിന് സമാനമാകുന്നൊരു പുതിയ ശരീരം ലഭിക്കും. പാപമില്ലാത്ത, രോഗമില്ലാത്ത, താഴ്ചയില്ലാത്ത, മലിനതയില്ലാത്ത, അശുദ്ധിയില്ലാത്ത ഒരു പുതിയ ശരീരം, തേജസ്സുള്ള ശരീരം. നിങ്ങൾ ഈ പ്രസംഗം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു വരികയാണെങ്കിൽ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഉടനടി നിങ്ങളുടെ ഈ ശരീരം പാപവും രോഗവും അശുദ്ധിയും എല്ലാ പരീക്ഷണങ്ങളും ഉള്ള ഈ ശരീരത്തിന് പകരമായി ഈ ശരീരത്തിന് ഒരു രൂപാന്തരം സംഭവിക്കും. ഉടനടി ഈ ശരീരം തേജസ്സുള്ള ഒരു ശരീരമായി തീരും. അശുദ്ധിയും പാപവും രോഗവും ഇല്ലാത്ത അക്ഷയമാകുന്ന ശരീരമായി ഈ ശരീരം തീർന്ന് യേശുക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ എടുക്കപ്പെടും. യേശുക്രിസ്തു നൽകുന്ന ഏറ്റവും വലിയ ഒരു ഉറപ്പാണ്, നമുക്കൊരു ബോഡിലി റിസറക്ഷൻ ഉണ്ട്. ശാരീരികമായി തന്നെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അതിൻ്റെ തെളിവാണ് ലാസറിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. മരിച്ച് 4 ദിവസം കഴിഞ്ഞവൻ, ചീഞ്ഞളിഞ്ഞ ശരീരം, അവൻ്റെ ശരീരം വീണ്ടും ഉയർത്തെഴുന്നേറ്റു എങ്കിൽ മരണശേഷം വിശുദ്ധന്മാർക്ക് ഒരു ബോഡിലി റിസറക്ഷൻ ഉണ്ട്. ശാരീരികമാകുന്ന ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. കല്ല് നീക്കിയ ആ സന്ദർഭത്തിൽ ആ കല്ലറയിലേക്ക് നോക്കിക്കൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു. അവിടെ യേശു ആ കല്ലറയിലേക്ക് നോക്കിയിട്ട് പുറപ്പെടുവിക്കുന്ന ശബ്ദം സാധാരണ ശബ്ദമല്ല. ലാസറേ പുറത്തു വരിക എന്ന് ഉറക്ക വിളിച്ചു. യേശു പുറപ്പെടുവിക്കുന്ന ശബ്ദം, ആ ശബ്ദമാണ്. ആ ശബ്ദത്തിൽ യേശുവിൻ്റെ ജീവനുണ്ട്. ആ ശബ്ദം യേശു പുറപ്പെടുവിക്കുമ്പോൾ ലാസറേ പുറത്തു വരിക, ആ ശബ്ദം ആ ശരീരത്തിൽ തട്ടി. ആ ശരീരത്തിൻ്റെ കേടുകൾ മാറി, ചീഞ്ഞളിഞ്ഞ അവസ്ഥകൾ മാറി. ആ ശരീരം പഴയ രീതിയിൽ കേടില്ലാത്ത ശരീരമായി തീർന്നു. അവയവങ്ങൾ സൗഖ്യമായി. ഇതാ മരിച്ചവൻ പുറത്തു വരികയാണ്. ദൈവം ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായത്തിലും സൃഷ്ടിക്കുമ്പോൾ ഉപയോഗിച്ചത് തൻ്റെ ശബ്ദമാണ്, വെളിച്ചമുണ്ടാകട്ടെ. അത് തന്നെയാണ് ഇവിടെ ലാസറിന്റെ കല്ലറയിലേക്ക് നോക്കി യേശു വിളിച്ചു പറയുന്നത്, ലാസറേ പുറത്തു വരിക. പ്രത്യേകമായിട്ട് അവിടെ ലാസർ എന്ന പേര് തന്നെ ഉപയോഗിച്ചു. മരിച്ചവർ പുറത്തു വരട്ടെ എന്ന് പൊതുവായിട്ട് വല്ലതും യേശു പറഞ്ഞിരുന്നുവെങ്കിൽ മരിച്ചവരെല്ലാം കൂടെ ഉയർത്തെഴുന്നേറ്റ് വരുമായിരുന്നു. അത് സംഭവിക്കാതിരിക്കാൻ തന്നെയാണ് യേശു പ്രത്യേകമായിട്ട് പറഞ്ഞത്, ലാസറേ പുറത്തു വരിക. മരിച്ചവൻ പുറത്തു വന്നു. അവൻ പുറത്തു വന്നു. പുറത്തു വന്ന് അവൻ്റെ ആ ഉയർത്തെഴുന്നേൽപ്പ് ലോക ജനതയ്ക്ക് മുഴുവൻ സന്ദേശം നൽകുകയാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും.
ലാസറിന്റെ ഉയർത്തെഴുന്നേൽപ്പ് സന്ദേശം നൽകുകയാണ്. നിങ്ങളുടെ ജീവിതമാകമാനം തകർന്നിരിക്കുന്നു എങ്കിലും യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അവിടുത്തെ അധരത്തിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടാൽ മതി, നിങ്ങളുടെ അവസ്ഥകൾ മാറും. ചീഞ്ഞളിഞ്ഞ അവസ്ഥയ്ക്ക് തുല്യമാകുന്ന സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയാലും യേശുവിന്റെ വായിൽ നിന്നൊരു ശബ്ദം പുറപ്പെട്ടാൽ മതി, നിങ്ങളിലൊരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കും. തകർന്ന ബിസിനസ്സുകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. കുടുംബജീവിതങ്ങൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ ഉയർത്തെഴുന്നേൽക്കട്ടെ. രോഗബാധിതമാകുന്ന ശരീരത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുക്രിസ്തുവിൻ നാമത്തിൽ സാമ്പത്തികമാകുന്ന ബാധ്യതകളിൽ കിടക്കുന്നവർ ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടവരട്ടെ. യേശുവിൻ നാമത്തിൽ അടഞ്ഞുപോയ വഴികൾ യേശുവിൻ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ലാസറിന്റെ കല്ലറയിൽ വ്യാപരിച്ച ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി തന്നെ ഞാൻ ഈ വാക്കുകൾ പുറപ്പെടുവിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന്റെ ഉള്ളിൽ വ്യാപരിക്കട്ടെ. അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ വിശ്വസ്തനാകുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമോ? ഉയർത്തെഴുന്നേൽപ്പുകൾ ഇപ്പോൾ നടക്കും. നിങ്ങളുടെ തകർന്ന അവസ്ഥകളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയും. നിങ്ങളുടെ തകർന്ന ബിസിനസ് ഉയർത്തെഴുന്നേൽക്കും. നിങ്ങളുടെ ശരീരം സൗഖ്യമാകുവാൻ പോകുന്നു. രോഗികൾ സൗഖ്യമാകുവാൻ പോകുന്നു. അത്ഭുതങ്ങൾ യേശു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവാകുന്ന യേശുക്രിസ്തു നിങ്ങളെ സ്പർശിക്കും. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ അങ്ങയുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ 7 അത്ഭുതങ്ങൾ, യേശു ചെയ്ത 7 അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ പ്രിയപ്പെട്ടവർ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അതിലേറ്റവും വലിയ അത്ഭുതം, ലാസർ മരിച്ചു 4 ദിവസം കഴിഞ്ഞതിന് ശേഷം യേശുവേ അങ്ങ് ലാസറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് സമാനമാകുന്ന നിലയിൽ ഈ പ്രിയപ്പെട്ടവരിൽ ഉയർത്തെഴുന്നേൽപ്പ് നടക്കട്ടെ. തകർന്ന ബിസിനസ്സുകൾ ഉയർത്തെഴുന്നേൽക്കട്ടെ. എവിടെയൊക്കെ തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഉയർത്തെഴുന്നേൽപ്പുകൾ നടക്കട്ടെ. യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവന് സകലവും സാധ്യം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഈ നിമിഷത്തിൽ തന്നെ ഈ പ്രിയപ്പെട്ടവർ ദൈവത്തിന്റെ ഗ്ലോറി കാണട്ടെ, ദൈവത്തിന്റെ മഹത്വം കാണട്ടെ. യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ദൈവ മഹത്വം ഇവർ കാണട്ടെ. അങ്ങയുടെ ഗ്ലോറി ഇപ്പോൾ ഇവരുടെ മുൻപിൽ മാനിഫെസ്റ്റ് ചെയ്യട്ടെ. യേശുവേ, അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ഈ സമയത്ത് തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. ആരുടെയോ വായിലുള്ള അൾസർ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. ആമേൻ. പല്ലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. ഹാർട്ട് ഡിസീസസ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹൃദയ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗബാധകൾ അവരെ വിട്ടുപോകട്ടെ. യേശുവിൻ നാമത്തിൽ ഓപ്പറേഷനുകൾ ക്യാൻസൽ ആകട്ടെ. ആമീൻ. ഓപ്പറേഷനുകൾ പറഞ്ഞിരിക്കുന്നവർ ഇപ്പോൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഓപ്പറേഷനുകളെ ക്യാൻസലാക്കി യേശു നിങ്ങളുടെ ശരീരത്തെ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യമാക്കും. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം നടക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം നടക്കട്ടെ. അങ്ങത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആശുപത്രിയിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് കാണുന്നവർ യേശു നിങ്ങളെ തൊടുകയാണ്. ഇപ്പോൾ യേശു നിങ്ങളെ തൊടുന്നു. നിങ്ങളുടെ ശരീരത്തു നിന്ന് രോഗബാധ നീങ്ങിപ്പോകുന്നു. അടുത്ത ദിനങ്ങളിൽ തന്നെ ഡിസ്ചാർജ് നിങ്ങൾക്ക് ലഭിക്കട്ടെ. നിങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുക. ആരോഗ്യത്തോടുകൂടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുക. അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നതിനായി സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണം കർത്താവേ. സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി വിശാലതകളെ അങ്ങ് അയക്കണമേ. വഴികൾ അടഞ്ഞു കിടക്കുന്നവർക്ക് വഴികളെ തുറന്നു കൊടുക്കണമേ. അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. നിങ്ങളുടെ അസാധാരണ കരം ഇവരുടെ മേൽ അത്ഭുതമായി, സൗഖ്യമായി, വിടുതലായി വെളിപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞങ്ങൾ സകല മഹത്വവും സ്തുതിയും സ്തോത്രവും യേശുവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവാകുന്ന യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ അറിയിക്കണം. നിങ്ങൾക്ക് നടന്ന വിടുതലുകൾ, സൗഖ്യം അവ ഞങ്ങളെ അറിയിക്കണം. പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കണം. ഗാഡ് ബ്ലെസ് യു. ആമേൻ.